നമസ്കാരം, ഇത് IBN മലയാളം. കർഷകരോട് കേന്ദ്രം കനിവും കാരുണ്യവും കാട്ടുമ്പോൾ സംസ്ഥാനം അവർക്കുള്ള താങ്ങുവില പോലും വെട്ടിക്കുറയ്ക്കുകയാണ്. മാത്രമല്ല, നൽകേണ്ട പണം യഥാസമയത്ത് നൽകുന്നുമില്ല. കഴിഞ്ഞ 4 വർഷമായി ഇതുതന്നെയാണ് അവസ്ഥ. കേന്ദ്രം ഓരോ വർഷവും നെല്ലിൻ്റെ താങ്ങുവില ഉയർത്തുമ്പോൾ സംസ്ഥാനം വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ്. മാത്രമല്ല, കർഷകർക്ക് നൽകുന്ന വിവിധ സഹായങ്ങളും സംസ്ഥാന സർക്കാർ നിർത്തുന്നു. സംസ്ഥാന സർക്കാർ നെൽകർഷകന് ലഭിച്ചിരുന്ന ഉൽപ്പാദക ബോണസ് കിലോയ്ക്ക് 8.80 രൂപയിൽ നിന്ന് വെട്ടിക്കുറച്ച് 5.20 രൂപയാക്കി. കേന്ദ്ര സർക്കാർ 2020 മുതൽ നെല്ലിൻ്റെ താങ്ങുവിലയിൽ കിലോയ്ക്ക് 3.40 രൂപയുടെ വർധനയാണ് വരുത്തിയത്. അതേസമയം സംസ്ഥാന പ്രോത്സാഹന വിഹിതത്തിൽ 3.60 രൂപ വെട്ടിക്കുറച്ചു. 2019-2020 കർഷകർക്ക് നെല്ലിൻ്റെ താങ്ങുവിലയായി ലഭിച്ചത് 26.95 രൂപയാണ്. ഇതിൽ കേന്ദ്ര വിഹിതം 18.15 രൂപ, സംസ്ഥാന വിഹിതം 8.80 രൂപ. 2020-21 കേന്ദ്ര വിഹിതം 18.68 രൂപയാക്കി. സംസ്ഥാനം 8.80 രൂപ തന്നെ നൽകി. 2021-22 നെല്ലിൻ്റെ താങ്ങുവില കിലോയ്ക്ക് 27.48 രൂപ, കേന്ദ്ര വിഹിതം 19.40 രൂപയാക്കി. സംസ്ഥാനം 20 പൈസ കുറച്ച് 8.60 രൂപയാക്കി. 2022-23 കേന്ദ്രം താങ്ങുവില 20.40 രൂപയാക്കി. സംസ്ഥാന വിഹിതം 7.80 രൂപയായി കുറച്ചു. 2023-24 നെല്ലിൻ്റെ താങ്ങുവില കിലോയ്ക്ക് 1.43 രൂപ കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അത്രയും തുക കുറച്ച് 6.37 രൂപയാക്കി. ഈ വർഷം കേന്ദ്രം 23 രൂപയാക്കിയപ്പോൾ സംസ്ഥാന വിഹിതം 5.20 രൂപയായി വെട്ടിക്കുറച്ചു. കർഷകർക്ക് 1 കിലോ നെല്ലിന് 28.20 രൂപയാണ് ലഭിക്കുക. 23 രൂപയും നൽകുന്നത് കേന്ദ്രം. സംസ്ഥാനം നൽകിയിരുന്ന വിഹിതം 8.80 രൂപയിൽ നിന്ന് 5.20 രൂപയാക്കി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.